ഹലോ, ഇന്നൊരു വെറൈറ്റി ഡ്രിങ്കർ ഡിഷ് ഉണ്ടാക്കിയാലോ. പൊതുവേ ഇംഗ്ലീഷ് ചാനലിലാണ് ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. നമ്മൾ ക്ലേ എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. പിന്നെ നമ്മളൊരു ലീഫാണ് എടുത്തിട്ടുള്ളത്. ഒരു ഷേപ്പായിട്ടുള്ള ലീഫ് കിട്ടിയപ്പോൾ അത് വെച്ചു. എന്നിട്ട് അത് നല്ല രീതിയിൽ നമ്മുടെ ക്ലേയിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ രൂപം അതിൽ കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കല്ല, അതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ആ ലീഫിൻ്റെ ഭാഗങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈഫ് വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മളുടെ ഡ്രിങ്കർ ഡിഷ് ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് സാധാ ഒരു ഡ്രിങ്കർ ഡിഷല്ല, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട് എഡ്ജൊക്കെ. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു പാത്രം എടുത്തു. ഇതൊരു കുണ്ടപാത്രം എന്നൊക്കെ പറയാം, നിങ്ങൾ എന്താ പറയുക കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വീർത്തിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്ലേ ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള ഷേപ്പ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്കത് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചെരിവ് വരും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇംഗ്ലീഷ് ചാനൽ കണ്ടതാണ്, അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.